നമസ്കാരം വൈദ്യരെ. ഞാനിപ്പോൾ കയ്യിൻ്റെ അവസ്ഥയുമായിട്ടാണല്ലോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈയിപ്പോൾ സർജറി കഴിഞ്ഞു, കൈ നന്നായി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈദ്യരെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് വീഡിയോ കോളിൽ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ക്യാൻസറിൻ്റെ യാതൊരു അംശവും ശരീരത്തിൽ കാണുന്നില്ല എന്നുള്ളത്. അവിശ്വസനീയമായിട്ട് അവരും പറഞ്ഞു, വളരെ അവിശ്വസനീയമാണ്, ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് അവർക്കും വളരെ സർപ്രൈസിങ് ആണ്. അവർ പറഞ്ഞത് ദൈവം എടുത്ത് കളഞ്ഞു എന്നുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മൾ കയ്യിൻ്റെ വളരെ വൾഗറായിട്ട് വളരെ വലുപ്പം വന്നതുകൊണ്ട് നമ്മൾ സർജറിയിലേക്ക് അത് പൊട്ടുകയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് എല്ലൊക്കെ പൊട്ടിയാകെ നാശമായതുകൊണ്ട് നമുക്ക് സർജറിക്ക് പോകേണ്ടി വന്നിരുന്നല്ലോ. അപ്പോൾ സർജറിക്ക് തൊട്ട് മുമ്പ് നമ്മളൊരു പെറ്റ് സ്കാൻ എടുത്തിരുന്നു. അപ്പോൾ ആ പെറ്റ് സ്കാനിൽ ഫുൾ ബോഡി ചെയ്തപ്പോൾ വയറിൻ്റെ ഇടതുവശത്തായിട്ടൊരു ലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് മുൻപേ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിലെ ഒരു മൊട്ടാണ് അത് വിരിഞ്ഞത് അല്ലെങ്കിൽ കായ്ച്ചതെന്ന് പറയുന്ന പോലെ ആണ് മനസ്സിലാക്കിയത്. ആ ഇടതുവശത്ത് നേരത്തെ ഉണ്ടായിരുന്നു, അത് വളരെ ചെറുതായിരുന്നു, ചെറിയൊരു മുട്ട് പോലെ ഉണ്ടായിരുന്നതായിരുന്നു, അത് വലുതായതാണ്. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തൊരു സംഗതിയാണ്. ഓക്കെ, അത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വിചാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് നമ്മൾ വൈദ്യരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളുടെ മരുന്നുകൾ, അന്ന് വരെ കഴിച്ചിരുന്ന മരുന്നുകൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ സർജറിയോടനുബന്ധിച്ച് ഏതാണ്ട് 1 മാസത്തോളം ഞാൻ നോർമൽ ഡയറ്റിലായിരുന്നു ഇരിക്കുന്നത്. ഡയറ്റൊക്കെ നമ്മളുടെ പഥ്യവും കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് നടക്കാത്തതുകൊണ്ട് ഡയറ്റൊക്കെ വളരെ നോർമൽ ഡയറ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ കയ്യിൻ്റെ ട്യൂമർ റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നോൺ വെജും കുറച്ച് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയായിട്ട് നോൺ വെജ് കഴിക്കുന്നുണ്ട്. ഇനി ഒരാഴ്ചയും കൂടെ കഴിച്ചിട്ട് അത് നിർത്തണം. എനിക്ക് നോൺ വെജ് താല്പര്യമില്ല, അത് നിർത്തണം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പം എന്നിട്ട് പോലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത്രയും നോർമൽ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ ട്യൂമർ ഭയങ്കര പെട്ടെന്ന് വലുതാവും. അത്യാവശ്യം മധുരം ഇട്ടിട്ടുള്ള കാപ്പിയും കുടിച്ചിരുന്നു. അപ്പം മധുരമൊന്നും തൊട്ടിട്ട് കാലം കുറയായി. കാരണം മധുരം തട്ടിയാൽ പെട്ടെന്ന് വൾഗറായിട്ട് വലുതാവും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം അസുഖമാണ്. മറ്റ് ക്യാൻസറിനെ കുറിച്ച് എനിക്കറിയില്ല, എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്യൂമർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച MRI എടുത്തു. കൈയിൻ്റെ MRI റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, സർജറി കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അബ്ഡമനും കൂടെ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തു. അബ്ഡമനിൽ ഇപ്പോൾ എന്താ അവസ്ഥ, ഏതാണ്ട് 1 മാസത്തോളമായി, 1.5 മാസത്തോളമായി. അപ്പോൾ 1.5 മാസം കൊണ്ട് സാധാരണഗതിയിൽ നല്ല വലിപ്പം വെക്കണം. അതായത് മുൻപത്തെ അനുഭവം വയറിൻ്റെ വലതുവശത്ത് വന്നതൊക്കെ 1.5 മാസം കൊണ്ട് 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നത് 16 സെൻറ്റിമീറ്റർ ആയിരുന്നു. ക്യൂബിക്കല്ല, ഞാൻ ഒരളവ് മാത്രമേ ഉള്ളൂ. 6/7-8 ഒക്കെ പറയുന്ന പോലെയാണ്. 6 സെൻറ്റിമീറ്റർ ബൈ ഒരു 8 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 9 സെൻറ്റിമീറ്റർ, അങ്ങനെ ഒരു ക്യൂബിക്കായിട്ടാണ് പറയാം. എങ്കിലും നമ്മൾ 1 സെൻറ്റിമീറ്റർ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നത് 14 സെൻറ്റിമീറ്റർ വരയ്ക്ക് അത് കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ കീമോ വർക്കായില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ഒരുപക്ഷെ ആ കീമോ നെഗറ്റീവ് അടിച്ചതായിരിക്കാം. കാരണം ഈ ട്യൂമറിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിട്ടുള്ളത്. എന്നത് ഈ 1.5 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സാധനം അന്ന് ലീഷനായിട്ട് കണ്ടത്, അന്ന് CT സ്കാനിലാണ് ലീഷൻ, സസ്പെക്റ്റിക് ലീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു ലീഷൻ ഉണ്ട് അവിടെ എന്ന് അവർ കണ്ടെത്തിയത്. ഈ തവണ MRIയിലാണ്. MRI ആകുമ്പോൾ കുറേയും കൂടെ ഹയർ റെസൊല്യൂഷനാണ്. ഇപ്പോൾ ഉള്ള ടെക്നോളജിയിൽ MRI ആണ് ഏറ്റവും ഹയർ റെസൊല്യൂഷൻ. അപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് അത് ലേഷൻ അല്ല, അതൊരു സിസ്റ്റാണ്. സിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കാരണം ഈ ഡോക്ടർ രണ്ടാമത് റേഡിയോളജിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നല്ലോ മുമ്പ് പറഞ്ഞു, ഇപ്പോൾ എന്താ സിസ്റ്റ് എന്ന് എഴുതി തന്നിരിക്കുന്നത്, ഇതെന്താ സംഭവം, ഒന്നും കൂടെ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സിസ്റ്റത്തിൽ കയറി നോക്കി. അവർ രണ്ടാമത് ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് കോളിൽ വന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ലൈവായിട്ട് പുള്ളി വിളിച്ച് സംസാരിച്ച് സിസ്റ്റത്തിൽ നോക്കി കൺഫേം ചെയ്തു, അത് സിസ്റ്റാണ്, അത് ക്യാൻസറസ് അല്ല, അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനൊരു വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശരീരത്തിൽ എവിടെയും ക്യാൻസറിൻ്റെ ഒരു അംശവും കാണുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത്ഭുതകരം ആണ്. കാര്യം അവർ ട്രിബെക്റ്റഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് എനിക്ക് തന്നിരുന്നു. അതൊരു കീമോ അല്ല, അതൊരു ടാർഗറ്റഡ് ബേസ്ഡ് മരുന്നാണ്. അത് ഒരൊറ്റ മരുന്ന് എനിക്ക് തന്നിട്ടുള്ളൂ. അവർ 4 മറ്റോ ആണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. 21 ദിവസം കൂടുമ്പോൾ 4 എടുക്കണമെന്ന്. പക്ഷേ ഈ സർജറി പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ മരുന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ കൈയിൻ്റെ ചെറുതാവാൻ വേണ്ടിയിട്ടാണ് അവരത് തന്നത്. പക്ഷേ കൈയിൻ്റെ ചെറുതായൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് കൈയിനെ സാറേ കൈയിനെ ചെറുതാവണമില്ലല്ലോ. അപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്കത് നോക്കണ്ട, നമുക്ക് സർജറി ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തല്ലോ, ഇനിയിപ്പോൾ സർജറി ചെയ്യാം. കാരണം ഈ മരുന്നുകളൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തരുന്നതാണ്. അവർ വർക്ക് ചെയ്താൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് വൈദ്യരുടെ ആ ഒരു മരുന്നുകളുടെ ഫലം വയറിൽ പ്രത്യേകിച്ചും ചെയ്തു. കയ്യിൻ്റെ കാര്യത്തിൽ എനിക്ക് സമയം കൂടുതൽ കിട്ടി. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ആൾക്കാരെ കണ്ടെത്താനുള്ള സമയം കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ളൊരു സത്യം. കാരണം നമ്മളിങ്ങനെ അന്വേഷിച്ച് കിടക്കണം, ഈ കൈ എന്ത് ചെയ്യും? എല്ലാവരും പറയുന്നത് കൈ മുറിച്ച് കളയണം എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമൃത ഹോസ്പിറ്റലിൽ അതുപോലെ അമൃത ഹോസ്പിറ്റലിൽ മുറിച്ച് കളയാൻ പറഞ്ഞു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാനത് അവിടെ അധികം നിന്നില്ല. അവർ ഇങ്ങനെ നിങ്ങൾ ഓർത്തോയിൽ കാണുമോ അല്ലെങ്കിൽ ഓങ്കോയിൽ കാണുമോ എന്നൊക്കെ പറഞ്ഞ് തട്ടാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നില്ല. അവിടെ തൃപ്തികരമായിരുന്നില്ല ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. ഗംഗാധരൻ സാറിനെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ മറുപടിയൊന്നും തൃപ്തികരമായിരുന്നില്ല. പിന്നെ ഇവിടെ ഗംഗാ ഹോസ്പിറ്റലിലായിരുന്നു. ഈ എല്ലിൻ്റെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് അവരാണല്ലോ. അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു തളർന്ന കൈ തരാൻ പറ്റും, നിങ്ങൾക്ക് ഈ ട്യൂമറൊക്കെ റിമൂവ് ചെയ്ത് ഞങ്ങളവിടെ സ്റ്റീൽ റോഡൊക്കെ ഇട്ട് കൈ പക്ഷേ എത്രത്തോളം റീക്കവറായി വരും, ഈവൻ ഫിംഗേഴ്സ് പോലും എത്രത്തോളം റീക്കവറായി വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു കൈ, ചുമ്മാ ഒരു കൈ, അവിടെ ഒരു കൈ ഉണ്ടാവും. ആ രീതിയിലൊരു കൈ ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ ഈശ്വരൻ തീരുമാനിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഡോക്ടർ വഴി വളരെ അവിചാരിതമായിട്ട് ഈ എന്താ പറയുക, ട്യൂമർ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന സിമിലർ കേസ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ HCG ഹോസ്പിറ്റലിൽ, പ്രമോദ് S. ചിന്ദർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ സർജറി, റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹം പോലും ഞാനിങ്ങനെ ഈ മരുന്ന് കഴിച്ചിരുന്നു, മറ്റേ സിദ്ധവൈദ്യം കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളൊരു ആളായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറയണത്, നിങ്ങൾ എവിടെയാണോ ഇതിൻ്റെ മരുന്നുള്ളത് അത് കണ്ടെത്തണം. നിങ്ങൾ അലോപ്പതി മാത്രം വിശ്വസിക്കരുത്. നിങ്ങളുടെ അത്രയും പ്രശ്നം പിടിച്ചിട്ടുള്ളൊരു അസുഖമാണ്. ഇതിന് കൃത്യമായ മരുന്ന് എന്തായാലും അലോപ്പതിയിലില്ല. എല്ലാം പരീക്ഷണങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏതാണ്ട് 2.5 ലക്ഷം രൂപയോളം വരുന്ന ടെസ്റ്റുകൾ, DNA ടെസ്റ്റുകൾക്ക് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. പല ഭാഗത്തേക്കൊക്കെ ആയിട്ട് അയച്ചിരിക്കുകയാണ്. ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് അലോപ്പതി സൈഡിൽ നിന്ന്. പക്ഷേ അതേസമയം നമ്മളിവിടെ പാരലി നമ്മൾ സിദ്ധവൈദ്യത്തിലെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഏതാണ്ട് 4 വർഷത്തോളമായി ഞാൻ ഈ അസുഖത്തിൻ്റെ പുറകിൽ. വയറിലാണ് ആദ്യമായിട്ട് കണ്ടത്. വലിയൊരു ട്യൂമറായിരുന്നു, 10 കിലോളം വലുപ്പമുള്ള വലിയൊരു ട്യൂമറായിരുന്നു. അത് നീക്കം ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കിഡ്നിയും പോയി. പിന്നീട് കാലിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി നാച്ചുറോപ്പതി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്കൊരു സ്കാനിങ് ഇല്ലാതെ നമ്മുടെ കാലിൽ ഇങ്ങനെ കാണാമല്ലോ അത് വലുപ്പം വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. അതും സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു. 3ാമത് വയറിൽ വന്നപ്പോഴാണ് ഈ പറയുന്ന വീണ്ടും കീമോ. ഫസ്റ്റ് വയറിൽ വന്ന സമയത്ത് ഒരു കീമോ എടുത്തതാണ്, ഒരു 4 സൈക്കിൾ കീമോ എടുത്തതാണ്. അതിന് ശേഷം വീണ്ടും വന്നല്ലോ, കാലിൽ വന്ന സമയത്ത് അവർ കീമോ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കുന്നില്ല പറഞ്ഞു. അവർക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു മരുന്ന് നമ്മൾ എടുത്തിട്ട് എന്തിനാണ് എന്നുള്ളത് കൊണ്ട് ശരീരം വെറുതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഓരോ കീമോ എടുക്കുമ്പോഴും നമ്മൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആരോഗ്യസ്ഥിതിയൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ശക്തിയില്ലായ്മ, ഇങ്ങനെ പല നിമോണിയ, ഇഷ്ടം പോലെ നിമോണിയാണ്. 3 മാസം കൂടുമ്പോൾ നിമോണിയ വന്നുകൊണ്ടിരിക്കുക ഈ 4 വർഷത്തിൽ. അങ്ങനെ പിന്നീട് അതൊരു കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തപ്പോഴാണ് കുറച്ചൊന്നും ശമനമായത്. അലോപ്പതിയിൽ എനിക്ക് നല്ല രീതിയിലുള്ള ശമനം കിട്ടിയിട്ടില്ല നിമോണിയയ്ക്ക്. അങ്ങനെ ഈ 3ാമത്തെ ഈ വയറിൽ വന്നപ്പോൾ അതിനോടൊപ്പം വന്നാണ് ഈ കയ്യിൽ. പക്ഷേ കയ്യിൽ കുറച്ച് സ്ലോ ആയിരുന്നു.
വയറിൽ വലുതായി പെട്ടെന്ന്. ഈ കീമോ എടുത്തപ്പോൾ ഒന്നും കൂടെ വലുതായി. ഞാൻ നേരത്തെ പറഞ്ഞ 6 എന്നുള്ളത് പെട്ടെന്ന് 16 എത്തുന്ന ഒരു സ്റ്റേജായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമില്ലാതെ നീക്കം ചെയ്തു. അത് നീക്കം ചെയ്തതോടെ കയ്യത്ത് പെട്ടെന്ന് വലുതാവാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് വൈദ്യരെ പരിചയപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ട്യൂമറിൻ്റെ വളർച്ചയുടെ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം 3 മാസത്തിലൊരു സർജറിയാണ്. ആദ്യത്തെ സർജറി കഴിഞ്ഞ് ഒരു 18 മാസം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കാലിൽ വന്ന സമയത്ത് അതിനുശേഷം 3 മാസത്തിൽ വയറിൽ വന്നു. വീണ്ടും ഒരു 3 മാസത്തിലൊക്കെ അത് 3-4 മാസത്തോളം നമ്മൾ കീമോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് പിന്നെയാണ് അത് സർജറി ചെയ്തത്. അങ്ങനെയാണ് ഏതാണ്ട് ഈ പറയുന്ന എന്തായാലും ഒരു 4 വർഷമായിട്ട് ഞാൻ ഈ അസുഖത്തിൻ്റെ പുറകിലുണ്ട്. ഞാൻ കേട്ടിരിക്കുന്നതാണ് 5 വർഷം താണ്ടില്ല ഈ മിക്സോയിഡ് ലൈപ്പോസർക്കോമ എന്ന് പറയുന്ന ഈ അസുഖമുള്ള ഒരു വ്യക്തി 5 വർഷം താണ്ടില്ല എന്നുള്ളതാണ് ഞാനും കേട്ടിട്ടുള്ളത്. ടാറ്റ മെമ്മോറിയൽ എന്ന് പറയുന്ന ക്യാൻസർ സെൻറ്റർ ബോംബെയിൽ അവിടെ വരെ എത്തി. അവർ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അവർ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഇതൊന്നും എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നില്ല. കൈക്ക് വന്നപ്പോഴാണ് ഞാൻ ആകെ തളർന്നു പോയി. കാരണം ഞാനൊരു കലാകാരനാണ്, അതെന്നെ വല്ലാതെ തളർത്തി. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ റിക്കവർ ആയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. എന്തായാലും വൈദ്യരെ പോലുള്ള ഒരാളെ കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മരുന്നുകളിലൂടെ തന്നെ ആയിരിക്കണം ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നന്ദി അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എന്താ പറയുക, വളരെ ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ഒരു നന്ദി പറയുകയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുകളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് വാക്കുകൾ പറഞ്ഞാലും അത് മതിയാവില്ല. ആ തിരിച്ചറിവോടുകൂടെ നിർത്തുന്നു വൈദ്യരെ. ഇതാണ് ഇന്നത്തെ ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു ഗുഡ് ന്യൂസ്. താങ്ക് യു.